ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സരിൻ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സരിൻ, യഥാർത്ഥ പേരല്ല. ഞാൻ ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യുകയാണ്. എനിക്കിപ്പോൾ 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 2.5 വർഷമായി. നല്ല സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു. അമ്മ ഒരു ടീച്ചർ, അച്ഛൻ പട്ടാളത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങളെ രണ്ടുപേരെയും, അതായത് എൻ്റെ ചേച്ചിയെയും എന്നെയും അമ്മയും അച്ഛനും വളരെ സ്ട്രിക്റ്റായിട്ടാണ് വളർത്തിയിരുന്നത്. ഒരു രീതിയിൽ സ്നേഹപ്രകടനങ്ങൾ അവർ കാഴ്ചവെച്ചിരുന്നില്ല. എപ്പോഴും പഠിക്കണം, ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയായിരുന്നു. 24 മണിക്കൂറും പഠനം. കൂട്ടുകെട്ടുകൾ പാടില്ല, ആരും വിളിക്കാൻ പാടില്ല, ആരുടെ വീട്ടിൽ പോകാൻ പാടില്ല. ഇങ്ങനെ 100 നിബന്ധനകളായിരുന്നു. അമ്മയായിരുന്നു വീട് ഭരിച്ചിരുന്നത്. അച്ഛൻ പട്ടാളത്തിലാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മ പറയുന്ന മാത്രമേ കേൾക്കുകയുള്ളൂ. അമ്മയെ കാണുന്നത് തന്നെ അച്ഛന് പേടിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അമ്മ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ പൂച്ചയെപ്പോലെ ആകും. പിന്നെ അതിൻ്റെ ദേഷ്യമെല്ലാം ഞങ്ങൾക്കിട്ടായിരിക്കും തീർക്കുക. സമ്പന്നതയിലും ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ അച്ഛനും അമ്മയൊന്നും ഇങ്ങനെയല്ലല്ലോ എന്ന്. ഞാനോ ചേച്ചിയോ ആരോടും സംസാരിക്കുമായിരുന്നില്ല. ആരോടും അടുത്തിടപഴകാത്തത് കൊണ്ട് ഒരു പ്രേമബന്ധം പോലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായില്ല. പരസ്പരം എല്ലാം പറഞ്ഞ് ഞങ്ങൾ ആശ്വസിക്കുമായിരുന്നു. അമ്മയും അച്ഛനും ഇവിടെ ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. ഞാൻ പഠിക്കാൻ വലിയ മിടുക്കനൊന്നുമായിരുന്നില്ല, എബോവ് ആവറേജ്. പക്ഷേ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു, സ്കൂൾ ഫസ്റ്റുമായിരുന്നു. അവൾക്ക് കിട്ടുന്ന മാർക്ക് നോക്കിയായിരുന്നു എൻ്റെ വീട്ടിൽ എന്നെ വിലയിരുത്തിയിരുന്നത്. അവൾക്ക് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ എനിക്കിവിടെ തല്ലും കൂടിയിരിക്കും. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുള്ള മാത്സ്, കെമിസ്ട്രി ഈ വിഷയങ്ങളിൽ സുമി ടീച്ചർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ടീച്ചറായിരുന്നു എനിക്ക് ട്യൂഷൻ എടുത്തിരുന്നത്. ആ പെൺകുട്ടിക്കും അവർ തന്നെയാണ് എടുത്തിരുന്നത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും അവർ ചില വിഷയങ്ങളിൽ എന്നെ സഹായിച്ചിരുന്നു. എല്ലായിടത്തും ഞാൻ ആവറേജായി ജയിച്ചു പോന്നു. അന്നൊക്കെ ഞാൻ അവരോട് എൻ്റെ വീട്ടിലെ കഥകൾ തുറന്നു പറഞ്ഞു. അവർ പറഞ്ഞു, മോനെ, എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാകും നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ക്യാരക്ടർ. എന്തായാലും നീ ഒരു കാര്യം ചെയ്യുക, മനസ്സിരുത്തി നന്നായിട്ട് പഠിക്കുക. ആവറേജ് ആണെങ്കിലും നിനക്കൊരു സർക്കാർ ഉദ്യോഗമോ മറ്റോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ വേറെ ജില്ലയിൽ തന്നെ ശ്രമിക്കുക, കിട്ടും. നിനക്ക് ഈ വീട് വിട്ടുപോയി താമസിക്കാം, അതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ്, നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയും കൊണ്ട് ഈ വീട്ടിൽ വരരുത്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ അമ്മ അവളെ ചാടിക്കും, നിൻ്റെ ജീവിതം സ്വസ്ഥതയില്ലാതാകും. അതുകൊണ്ട് നീ ദൂരെ പോയി ജോലി ചെയ്യുക, ദൂരെയുള്ളൊരു പെണ്ണിനെ കിട്ടുക, ഇവിടേക്ക് വല്ലപ്പോഴും മാത്രമേ വരാവൂ, നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കരുത് എന്ന് അവരെനിക്ക് ഉപദേശിച്ചു. അത് നല്ലൊരു വിദ്യയാണെന്ന് എനിക്ക് തോന്നി. ഇതിനിടയ്ക്ക് എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. വീട്ടുകാർ അറേഞ്ച്ഡ് മാരേജ് മാത്രമല്ലേ നടക്കുകയുള്ളൂ. എന്തായാലും ചേച്ചിക്ക് കിട്ടിയത് നല്ലൊരു ഭർത്താവാണ്. അവർ രണ്ടുപേരും കൂടി ഗൾഫിൽ സെറ്റിൽഡായി. ചേച്ചി എപ്പോഴും പറയും ഞാൻ രക്ഷപ്പെട്ടെന്ന്. എന്തായാലും മാഡം, ഞാൻ എഴുതിയ 2ാമത്തെ PC തന്നെ എനിക്ക് കിട്ടി. പോസ്റ്റിങ് അങ്ങ് കോഴിക്കോടായിരുന്നു. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. പണമൊക്കെ ഇഷ്ടം പോലെ ഓൾറെഡി എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയ്ക്ക് സന്തോഷമായി. കോഴിക്കോടോ കാസർഗോഡോ എവിടെ ആണെങ്കിലും അവർക്ക് പ്രശ്നമില്ല. ഞാനിവിടെ വന്ന് ഒരു ഫ്ലാറ്റ് എടുത്തു. അങ്ങനെ ഫ്ലാറ്റിലാണ് താമസിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം എനിക്ക് വല്ലാത്ത ദുഃഖമായിരുന്നു. കാരണം ഓഫീസിലുള്ള 1-2 പേരുമായിട്ടൊക്കെ എനിക്ക് ചെറിയ സൗഹൃദമുണ്ട്. അവരുടെയൊക്കെ ജീവിത സ്റ്റൈൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത അസൂയയായി. ധാരാളം സുഹൃത്തുക്കൾ ആടിപ്പാടി അവർ നടക്കുന്നു. എനിക്കാണെങ്കിൽ ആരോട് സൗഹൃദമില്ല. സുഹൃത്തുക്കൾ ഇല്ലേ ഇല്ല, മോഹങ്ങൾ മാത്രമേ ഉള്ളൂ. അവരാണെങ്കിൽ അടിപൊളി സ്റ്റൈലിഷായിട്ട് നടക്കുന്നു. ഇനിയെങ്കിലും എൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയത്. പതുക്കെ അവിടെ എനിക്ക് കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അവരാണ് എന്നെ ആകെ കൂടി മാറ്റിമറിച്ചത്. എന്തായാലും നല്ലൊരു ബോഡി ഷേപ്പ് വന്ന് ഗ്രൂമിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്നെ തന്നെ ഒരു കോൺഫിഡൻസ് തോന്നി. ഇനി ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ എന്നെ റിജക്റ്റ് ചെയ്യില്ല എന്നൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ നടക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടത്. എതിരെ വന്നപ്പോൾ അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. പിന്നീട് അവളെ കാണുമോ എനിക്കറിയില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ അവളെ പിന്നെയും രാവിലെ കണ്ടു. പിന്നെ 2 ദിവസത്തേക്ക് കണ്ടില്ല. പിന്നെ രാവിലെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നെ ചിരിച്ചു കാണിച്ചപ്പോൾ ഞാൻ പേരൊക്കെ ചോദിച്ചു. എന്തോ എനിക്കൊരു ധൈര്യം വന്നു. കാര്യം എൻ്റെ സങ്കല്പത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. മാരീഡ് അല്ലെന്ന് കണ്ടാലറിയാം. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവളുടെ പേര് ഋതി എന്നാണെന്നും അമ്മയും പിന്നെ അനിയത്തിയുമാണ് വീട്ടിലുള്ളതെന്നും അച്ഛൻ മരിച്ചു പോയിട്ട് കുറേ വർഷമായി. അങ്ങനെ കുറേ കാര്യങ്ങൾ അവൾ എന്നോട് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ അടുക്കുകയായിരുന്നു. എന്തോ അവളോട് സംസാരിക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് കുറവും തോന്നിയില്ല. ഞങ്ങൾ തമ്മിൽ പണ്ടേ ഫ്രണ്ട്സാണെന്നാണ് തോന്നിയത്.
ഇവിടെ അടുത്ത് തന്നെയാണ് അവളുടെ വീട്. ചിലപ്പോൾ രാവിലെ നടക്കാൻ വരും, ചിലപ്പോൾ വൈകിട്ട് നടക്കാൻ വരും. ഫിറ്റ്നസ്സിലൊക്കെ അവൾക്ക് വളരെ ശ്രദ്ധയാണ്. എൻ്റെ ബോഡി നല്ല ഫിറ്റ് ആയതുകൊണ്ടാണ് അവൾ നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മിക്കപ്പോഴും കാണാൻ തുടങ്ങി. അവസാനം ഞാൻ ഒരു ദിവസം പറഞ്ഞു എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. അവൾ പറഞ്ഞു ആദ്യം കണ്ടപ്പോഴേ എനിക്കും ഇഷ്ടപ്പെട്ടു എന്ന്. പിന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സ്വഭാവം ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അത് സാരമില്ല, എന്തായാലും നിങ്ങളുടെ ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിലേക്ക് പോകണ്ട, നമുക്ക് സ്വന്തമായി ഒരു ഫ്ലാറ്റൊക്കെ വാങ്ങി ഇവിടെ കാണാൻ താമസിക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഒരു ദിവസം അവൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു വന്നോളൂ എന്ന്. എൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ അടുക്കളയിൽ കയറി എനിക്ക് ചായയൊക്കെ ഇട്ട് തന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു അല്ല ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നപ്പോൾ എന്നെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലേ എന്ന്. ഞാൻ പറഞ്ഞു എനിക്കിത്തിരി പേടിയും സ്റ്റാർട്ടിങ് ട്രബിളും ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ വലിയ സ്റ്റാർട്ടിങ് ട്രബിളൊന്നും തോന്നേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഞാൻ സ്വന്തമായി കഴിഞ്ഞു. പക്ഷേ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തുടക്കം കുറിക്കാമല്ലോ. ഞാൻ വളരെ സാന്ദ്രത്തോടു കൂടി ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടുത്ത് ചെല്ലുകയും പോപ്പോയും ഒക്കെ നടത്തിയത്. അതവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാര്യമായ കാര്യങ്ങൾ എനിക്ക് ഇത്ര റിസ്ക്കാണ്, അതൊക്കെ വിവാഹം കഴിഞ്ഞ് മതി എന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, തൽക്കാലം നിനക്ക് ഞാൻ ഒരു കര കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവളുടെ കൈവിരുതുകൾ അവൾ പുറത്തെടുത്തു. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളായിരുന്നു. ഇടയ്ക്കൊക്കെ അവൾ വന്ന് എന്നെ സഹായിച്ചു പോയിക്കൊണ്ടിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ അതിർത്തികൾ ലംഘിച്ചില്ല. കാര്യം കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നീടാണ് അവളുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവളുടെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിരുന്നുവെന്ന്. കാര്യം പ്രേമ കല്യാണമായിരുന്നു. ഇവളേക്കാൾ 2 വയസ്സിനുള്ളതാണ് അനിയത്തി. പ്രേമിച്ച് ഒളിച്ചോടുകയായിരുന്നു. പിന്നീട് ഫാമിലി അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു. അവിടെ ചെന്ന് അവളുടെ അമ്മയെ കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഒട്ടും പ്രായം ബാധിക്കാത്ത ഒരു സ്ത്രീ ഇവളുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. അവളുടെ ചർമ്മം ഒക്കെ ഇവളേക്കാൾ മനോഹരമായിരിക്കുന്നു. ഞാൻ അവളുടെ അമ്മയെ അന്തം വിട്ട് നോക്കുന്ന കണ്ടപ്പോഴേക്കും അവൾ പറഞ്ഞു നിങ്ങളെന്താ അമ്മയെ കണ്ടിട്ട് എന്നെ മറന്നുപോലെ പെരുമാറുന്നതെന്ന്. ഞാനങ്ങ് ചമ്മിപ്പോയി. അപ്പോൾ അമ്മ അവളെ ശാസിച്ചു എടി കെട്ടാൻ പോകുന്ന ആണുങ്ങളോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, കയറി വാ മോനെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എല്ലാം അവൾ പറഞ്ഞിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇവളുടെ ഇഷ്ടം എങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഇവളുടെ അനിയത്തിക്കും ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചതാണ്. പക്ഷേ ആ വീട്ടുകാർക്കായിരുന്നു പ്രശ്നം. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തി. അത് കഴിഞ്ഞ ശേഷം ചില കോളക്കങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തത്. എൻ്റെ മോൾക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ മോനുമായിട്ട് കല്യാണം നടത്താൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മോൻ്റെ വീട്ടിലെ സ്ട്രിക്റ്റ് സ്വഭാവമുള്ള അച്ഛനും അമ്മയും ഈ കല്യാണത്തിന് സമ്മതിക്കുമോ എന്ന് അമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കാം, ഇല്ലെങ്കിൽ എനിക്കും റിസ്ക് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത്രയ്ക്കൊക്കെ ധൈര്യമുണ്ടോ എന്ന് പറഞ്ഞ് അവൾ എന്നെ കളിയാക്കി ചിരിച്ചു. അപ്പം അമ്മ പറഞ്ഞടി അടങ്ങിയിരിക്കുക, അവൻ എന്നെ കളിയാക്കാതെ ഭർത്താവിനെ ബഹുമാനിക്കാൻ പഠിക്കടി എന്ന് പറഞ്ഞ് അമ്മ അവളെ ശാസിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ 2 വട്ടം പോയിട്ടുണ്ട്. ആ സമയത്ത് അനിയത്തിയും ഭർത്താവിനെയും കണ്ടു. അനിയത്തി ഇവളേക്കാൾ സുന്ദരിയാണ്. അതുമാത്രമല്ല അവളുടെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമാ നടനാണെന്ന് തോന്നും. അത്രയ്ക്ക് സൗന്ദര്യമുള്ള ഒരാളാണ്. നല്ല ജോഡിപ്പൊരുത്തം. എൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. എന്തായാലും ഞാനൊന്ന് അവതരിപ്പിച്ചു. ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞു അവരുടെ വീട്ടിൽ വന്ന് അവരേക്ക് ഒന്ന് കണ്ടു നോക്കൂന്ന്. അങ്ങനെയാണ് അച്ഛനും അമ്മയും കൂടെ ഒരു ദിവസം വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മയുടെ നയപരമായ സ്വഭാവവും ശാലീനമായ സൗന്ദര്യവും ഒക്കെ കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, 2 പേർക്കും മറുത്തൊന്നും പറയാൻ പറ്റിയില്ല. കാര്യം ടൗണിനടുത്ത് നല്ലൊരു വീട്, പിന്നെ സെറ്റപ്പ്, പണത്തിനൊന്നും അവർക്ക് ഒരു കുഴപ്പമില്ല. ഭർത്താവ് മരിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്തായാലും എങ്ങനെയൊക്കെയോ എൻ്റെ വാശി മൂലം ഈ കല്യാണത്തിന് സമ്മതിച്ചു. എൻ്റെ കല്യാണം നടന്നു. വെറും 15 ദിവസം മാത്രമേ ഞാൻ വീട്ടിൽ നിന്നുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വാടക ഫ്ലാറ്റിലേക്ക് മാറി. പിന്നെ പുതിയ ഫ്ലാറ്റ് വാങ്ങാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ആ വീട്ടിൽ സന്തോഷകരമായ ജീവിതം ഞങ്ങൾ ആരംഭിച്ചു. ആദ്യമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഇത്തിരി തിടുക്കം കൂടുതലായിരുന്നു. അതുമാത്രമല്ല ക്ലച്ച് പിടിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടുമായിരുന്നു. പക്ഷേ ഭാര്യ എന്നോട് പറഞ്ഞത് ഒരു റിസ്ക്കും നിങ്ങൾ മനസ്സിലോർക്കണ്ട, നിങ്ങൾക്ക് ഒരു ടെൻഷനുമില്ല, ഞാൻ കൂടെയില്ലേ, എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ മുന്നോട്ട് പോയാൽ മതി, കട്ടയ്ക്ക് നിങ്ങളുടെ കൂടെ ഞാൻ കാണുമെന്ന് പറഞ്ഞു. അവൾ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എന്തെല്ലാം കാര്യങ്ങൾ പകർന്നു തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റ് തീരില്ല. അത്രയ്ക്ക് സഹകരണ മനോഭാവമായിരുന്നു.
ആദ്യം മുതലേ അവൾ വളരെ ഓപ്പൺ മെൻറ്റാലിറ്റി കാണിച്ചതുകൊണ്ടും എന്നോട് അനുഭാവപൂർവ്വം പെരുമാറിയതുകൊണ്ടും 6 മാസമായപ്പോഴേക്കും എൻ്റെ കാര്യങ്ങൾ ഒത്തിരി മെച്ചപ്പെട്ടു. അവൾ പറയുന്ന സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. അങ്ങനെ അവൾ എന്നെ ഒത്തിരി വട്ടം അഭിനന്ദിക്കുകയും ചെയ്തു. നിങ്ങളെക്കാൾ മികച്ചൊരു ഭർത്താവിനെ എനിക്ക് കിട്ടാനില്ലെന്ന്. അതൊക്കെ എനിക്ക് പ്രോത്സാഹനമായിരുന്നു. എൻ്റെ ഉള്ളിലെ ശക്തി ഞാൻ പിന്നീട് ശരിക്കും തിരിച്ചറിഞ്ഞു. ഞങ്ങൾ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് ഞങ്ങളുടേത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആവേശം വളരെയധികം കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിശേഷമുണ്ടായി. അവൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയുമായി. എന്നിട്ടും ഞങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻസ് ഒട്ടും കുറഞ്ഞില്ല. എന്തായാലും കുഞ്ഞിൻ്റെ 28 കെട്ടിന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു. അതിനെന്താടി, അപ്പുറത്തെ ഫ്ലാറ്റ് ഞാൻ ഒരു 2 കിലോമീറ്റർ അകലെ, ഇങ്ങോട്ട് എന്ന് വരില്ലേ? എന്നിട്ട് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന്. ഇന്നാ മനുഷ്യൻ എനിക്ക് പറയാൻ തോന്നിയത്. എന്താ കാര്യം? അതെല്ലാവരും പോകട്ടെ, രാത്രി പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെയല്ലേ കിടക്കുന്നത്, തനിയാണ് എൻ്റെ ഫ്ലാറ്റിൽ. അവൾ അവളുടെ വീട്ടിലാണല്ലോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് രാത്രി അവൾ എന്നോട് പറഞ്ഞു, ഇന്നലെ രാത്രി അനിയത്തി ഈ മുറിയിലാണ് കിടന്നത്. അവൾ രാത്രി മുഴുവനും കരച്ചിലായിരുന്നു എന്ന്. ഞാൻ ചോദിച്ചു, എന്തിനു വെറുതെ അവൾ കരയുന്നത്? അവളുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ നല്ല സ്നേഹമുള്ളവനല്ലേ? അപ്പോൾ ഭാര്യ പറഞ്ഞു, സ്നേഹമൊക്കെ ഉണ്ട് ചേട്ടാ, പക്ഷേ സ്നേഹം കൊണ്ട് എന്താകാനാണ്? അതെന്താടി, അവൻ എന്ത് പറ്റി? എൻ്റെ പൊന്നു ചേട്ടാ, അവളുടെ ജീവിതം ഭയങ്കര കുളമാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്ന് ബസ് സ്റ്റേഷനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതുപോലെയുള്ളെന്ന്. ഞാൻ ചോദിച്ചു, നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്നു മനുഷ്യ, അവനെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ചുരുക്കം പറഞ്ഞാൽ അവൾ പ്രേമിച്ച് കല്യാണം കഴിച്ച് കൂടെ പോയെന്നല്ലാതെ ഇന്ന് വരെ ഒരു കാര്യങ്ങളും എന്താണെന്ന് നേരെ ജീവിതം അറിഞ്ഞിട്ടില്ല. ആദ്യമൊക്കെ അവൾ സഹിച്ചു, ഇപ്പോൾ ഫുൾ ടൈം വഴക്കാണ്. അതുപോട്ടെ, ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു. അവളുടെ അമ്മായിമ്മ എന്തൊക്കെയോ കുത്തി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും 2 പേരും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി. അവൾക്കല്ല കുഴപ്പം, അവനാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവനെക്കൊണ്ട് ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലാണ്. അവനിപ്പോൾ മോങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഇവൾ അവനെ ഇട്ടിട്ട് പോയില്ലെന്ന് വിചാരിച്ച് മരുന്നോ മന്ത്രമോ മറ്റോ കഴിക്കുന്നുണ്ട്. എന്നാലും അവന് യാതൊരു തരത്തിലുമുള്ള മാറ്റവുമില്ല. ട്രിവാൻഡ്രത്തുനിന്ന് ടിക്കറ്റ് എടുത്ത് പട്ടത്തിറങ്ങുന്ന പോലെ മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്നു ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്? അവൻ പതുക്കെ മെച്ചപ്പെടുമായിരിക്കും. നിങ്ങളൊന്ന് കേൾക്ക്, ഇന്നലെ രാത്രി മുഴുവൻ അവൾ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയായിരുന്നു. അതെന്താ, നിന്നെ പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങളൊക്കെ നടക്കുമോ? നീ വല്ല മരുന്നും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈഫ് കൈ നീട്ടി എന്നെ പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു, പിന്നെ എൻ്റെ കയ്യിൽ മരുന്നുണ്ടല്ലോ, ശക്തി കൂടിയൊരു മരുന്ന്. വിവാഹത്തിന് ശേഷം ഞാൻ കണ്ടുപിടിച്ചു. അതിൻ്റെ വീര്യം ഞാൻ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറേ നാളായിട്ട് മരുന്ന് പ്രയോഗമില്ലാതിരിക്കുകയാണ്. അപ്പോൾ മരുന്നിനൊരു പ്രയോഗക്രമം വേണമെന്ന് എനിക്ക് തോന്നി. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എനിക്ക് മനുഷ്യ, ഞാൻ പറയട്ടെ, അവൾ എൻ്റെ അനിയത്തിയാണ്. അവൾക്ക് സൗന്ദര്യം കണ്ട് ഒരു പറ്റി അഴകുള്ള ചക്കയിൽ ചുളയില്ലെന്ന് ആ പെൺകുട്ടിക്ക് അറിയില്ല എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ നിങ്ങളെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, എനിക്ക് കിട്ടാനുള്ളതൊക്കെ നിങ്ങളുടെ പക്കലുണ്ടെന്ന്. അവളൊരു പൊട്ടിയാണ്. മുഖസൗന്ദര്യം മാത്രമേ അവൾ നോക്കിയുള്ളൂ. എടി കള്ളി, നിന്റെ പറച്ചിൽ കേട്ടിട്ട് നിനക്ക് മുന്നനുഭവങ്ങളുണ്ടെന്ന് തോന്നല്ലോ. ഇനിയിപ്പോൾ എന്നെ കുറ്റം പറ. ഏത് പെണ്ണിനും ഒരു സ്വപ്നം കാണും. നിങ്ങൾക്ക് സ്വപ്നമില്ലായിരുന്നോ? ആ സ്വപ്നത്തിൽ പല കാര്യങ്ങൾ ഞാൻ തിരയും. ആ സ്വപ്നത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ തിരയാനുള്ള അവസരം ഇൻ്റർനെറ്റിലുണ്ട് മനുഷ്യ, അത്രയേ ഉള്ളൂ. അല്ലാതെ വഴി വിട്ടൊന്നും ഞാൻ ചാടി ഇങ്ങ് പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും സ്നേഹിച്ച് ഞാൻ കൂടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഒട്ടും വയ്യാതിരിക്കുന്ന സമയത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുള്ളേ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ മാസം കൂടി ഓർക്കൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ചുമ്മാ പറഞ്ഞതാടിയെന്നും. എങ്കിൽ ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കണം. ഒരു 4-5 മാസം കഴിയാതെ എൻ്റെ പഴയ അവസ്ഥയിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ കുറേ നാളായിട്ട് വെറുതെ നിൽക്കുകയല്ലേ. അതിന് അവൾ പിന്നെയും കേന്ദ്രസ്ഥാനത്ത് ഒരു കുത്തിയിട്ട് പറഞ്ഞു, വെറുതെ നിൽക്കുന്ന നിങ്ങൾക്ക് വെറുതെ കളയുന്ന കാര്യങ്ങൾ ഒന്നുപയോഗിച്ച് എൻ്റെ അനിയത്തിക്കൊരു സഹായം ചെയ്തു കൂടെ? എന്തൊക്കെയാണ് നീ പറഞ്ഞത്? നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് തലയ്ക്ക് ഒരു പ്രശ്നവുമില്ല. എനിക്ക് ആ കാര്യത്തിലൊന്നും ഒരസൂയയില്ല. അവൾ എൻ്റെ അനിയത്തിയല്ലേ. അവൾക്കൊരു അബദ്ധം പറ്റി. അവളെ രക്ഷിച്ചെടുക്കേണ്ടത് എൻ്റെ കടമയാണ്. ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ട്. ഒരു മറയുമില്ലാതെ പെരുമാറുന്ന ആൾക്കാരാണ് നമ്മൾ. ഇത് പറഞ്ഞിട്ട് നമ്മൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല. എന്നെ വിശ്വസിക്കൂ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതല്ലേ? നീ എൻ്റെ മനസ്സറിയാൻ പറയുകയാണോ അതോ കളിയാക്കാൻ പറയുകയാണോ? രണ്ടുമല്ല.
ഞാനാണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളോട് ഈ കാര്യം ഒന്ന് നടത്തിയെടുക്കാൻ തന്നെ ആവശ്യപ്പെടുകയാണ്. സ്ട്രിക്റ്റായിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങളിപ്പോൾ തന്നെ ആ ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. അനിയത്തി അങ്ങോട്ട് വന്നോളും. അവളോട് ഞാൻ ഇന്നലെ വാക്ക് കൊടുത്തിട്ടാണ് കിടന്നുറങ്ങിയതും. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങളിങ്ങനെ ചുമ്മാ ചോദിച്ചു തന്നെ തിരിച്ച് ചോദിക്കണ്ട. എൻ്റെ സമ്മതമുണ്ടല്ലോ, പിന്നെ ഒരു കുഴപ്പമില്ല. എനിക്കറിയാം, എനിക്ക് പ്രശ്നമില്ല. പിന്നെ ആർക്കവിടെ പ്രശ്നം? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുസരിക്കുക. എന്നുവെന്നും ഒരു ബസ്സിൽ കയറിയിട്ട് അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ എൻ്റെ അനിയത്തിക്കിനി വയ്യ. അവളൊരു ദീർഘദൂര യാത്ര നടത്തട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ അവൾക്ക് മോഹിച്ച സമ്മാനവും കിട്ടട്ടെ. നിങ്ങൾ കുറച്ചു നാളൊന്ന് സഹായിച്ചാൽ മതി. ബാക്കി അവൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. അവനും ഒരു പാവമാ. ഒന്നും പറയാൻ എൻ്റെ ഭാര്യ സമ്മതിച്ചില്ല. ഇത് നടത്തിയെടുത്തേ തീരുമെന്നാണ് അവൾ പറഞ്ഞത്. അവൾ വാശി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അനിയത്തെ വിളിച്ചു. അവളും ഞാനും കൂടെ പുറത്തേക്കൊന്ന് പോയി സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചിയാണ് ഈ ഐഡിയ പറഞ്ഞത്. ഇനി അതേ വഴിയുള്ളൂ ചേട്ടാ. നിനക്ക് പ്രശ്നമൊന്നുമില്ലേ? എനിക്കെന്താ പ്രശ്നം? ചേച്ചി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ഞാൻ എത്ര രാത്രികളിൽ സന്തോഷിച്ചിട്ടുണ്ടെന്നറിയാമോ? ചേട്ടൻ ഇത്രയും മിടുക്കനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സെലക്ഷൻ മോശമായല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. സൗന്ദര്യമല്ല കാര്യമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് കൊതിയോടുകൂടി അവൾ എനിക്കെതിരെ കടക്കണ്ണെറിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എന്താ? ഞാനും പുറത്തു. അവളെ സഹായിക്കേണ്ടത് എൻ്റെയും കടമയല്ലേ? ഞാൻ ചോദിച്ചു, നീ എപ്പോൾ ഫ്ലാറ്റിൽ വരുമെന്ന്? അതിനെന്താ, 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വന്നോളാം, ചേട്ടൻ പോയി റെഡി ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭാര്യയോട് പറഞ്ഞിട്ട് തിരിച്ചു പോയി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവൾ വന്നു. ലാസ്യമനോഹരിയായി ഒരുങ്ങി വന്നവളെ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. അഴകാണ്. വന്നപ്പോൾ തന്നെ അവൾക്ക് വ്യഗ്രതയായിരുന്നു. അവൾ തന്നെയാണ് കൈകൾ കൊണ്ട് എന്നോട് ശ്രമങ്ങൾ തുടങ്ങാൻ ആവശ്യപ്പെട്ടത്. അതോടുകൂടി ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അടുത്തു. ഞാൻ ചോദിച്ചു, നിൻ്റെ ഹസ്ബൻഡ് എന്തിയെ? ജോലിക്ക് പോയേക്കുക. ഇനിയിപ്പോൾ വൈകിട്ടും 9 മണിയാകും വരാൻ വേണ്ടിയിട്ട്. ഒരു പ്രശ്നമില്ല ചേട്ടാ, ചേട്ടൻ റിലാക്സ് ആകൂ. എന്തൊക്കെയാ മോളെ നിൻ്റെ ഇഷ്ടങ്ങൾ? എന്തൊക്കെ ഇഷ്ടവിഭവങ്ങളാണ് നിനക്കിഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എനിക്ക് എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. എന്തുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ആ സമയം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്കിന്ന് ദീർഘദൂര യാത്ര പോയാൽ മതി. കോഴിക്കോട് നിന്ന് ഞാനിന്ന് കോതമംഗലത്ത് ചെല്ലണം ചേട്ടാ എന്ന് പറഞ്ഞു. അവൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. കോതമംഗലത്തേക്ക് പോകാൻ ഒത്തിരി ദൂരമുണ്ട്. ആ ദൂരം ഞാൻ താണ്ടാൻ സമയമെടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ഈ അവസരത്തിൽ എൻ്റെ വൈഫിനാണ് ഞാൻ നന്ദി പറഞ്ഞത്. അവളുടെ ട്രെയിനിങ്ങും അവളുടെ സഹകരണ മനോഭാവവും അവളുടെ ആശീർവാദവും എനിക്ക് ഒത്തിരി ഉത്സാഹം പകർന്നു നൽകി. അവസാനം അനിയത്തി എന്നോട് പറഞ്ഞു, ഞാൻ അങ്കവും കണ്ടു താളിയൊടിച്ചെന്ന്. എന്താ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം സഫലമാകുമെന്ന് തോന്നുന്നു ചേട്ടാ. തുടർച്ചയായി നമുക്ക് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നീട് ഭാര്യ പറഞ്ഞു, തുടർച്ചയായി നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ ആഗ്രഹങ്ങൾ നടക്കൂ. നേർച്ച പോലായിരിക്കണം നിങ്ങളുടെ ഇനിയുള്ള കുറേ ദിവസത്തെ പ്രവൃത്തികളെന്ന്. അങ്ങനെ അടുത്തടുത്ത് കണ്ട് അടുത്തടുത്ത് നിന്ന് ഞങ്ങൾ നേടിയെടുത്തു. വിശേഷത്തിൻ്റെ ലക്ഷണങ്ങൾ ഉറപ്പിച്ച ശേഷം മാത്രമാണ് അനിയത്തി പിന്മാറിയത്. അനിയത്തിക്കും ചേട്ടത്തിക്കും വളരെ സന്തോഷം. ഭാര്യ എന്നെ അഭിനന്ദിച്ചു. വീട്ടിലെല്ലാവർക്കും സന്തോഷമായി. അനിയത്തി എന്നോട് പറയുകയാണ്, ഇനിയും ചേട്ടാ നമുക്ക് കാണേണ്ടി വരുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു അതെന്താണെന്നും. 2 കുട്ടികളാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് അവൾ എൻ്റെ മുഖത്ത് കിള്ളിയിട്ട് പോയി. ഭാര്യ അത് കണ്ട് ചിരിച്ചു. സഹായം എപ്പോഴും ആകാമല്ലോ ചേട്ടാ എന്ന് പറഞ്ഞ് അവൾ എന്നോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചു. ഇത്രയും വിശാല മനസ്സുള്ള ഒരു ഭാര്യയെ ആർക്കും കിട്ടില്ലെന്ന് എനിക്ക് തോന്നി. പിന്നീട് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമുണ്ടായില്ല. എല്ലാം സ്മൂത്തായി പോവുകയാണ്. പക്ഷേ ഒരു 3 മാസം മുമ്പാണ് എനിക്ക് പെട്ടെന്ന് അമ്മായിയമ്മയുടെ ഒരു വിളി വന്നത്. നീ ഇങ്ങോട്ട് വരണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ദൈവമേ, ഞാൻ ഓർത്തു അനിയത്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഞാൻ അവിടേക്ക് ചെന്നു. അപ്പോൾ അമ്മായിമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഹൃദ്യമായ പുഞ്ചിരിയോടെ അമ്മായിമ്മ എന്നെ സ്വീകരിച്ചു. നീ ഭാര്യയോട് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിഞ്ഞിട്ടില്ല. എന്താ അവളെ വിളിക്കണമെന്ന്? ഏയ്, അവളെ വിളിക്കണ്ട. എനിക്ക് അവൾ അറിയാത്ത ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്താ അമ്മേ, എന്താ പ്രശ്നം? അപ്പോൾ അമ്മ പറഞ്ഞു, ആദ്യം നീ ചായ കുടിക്ക്, ഞാൻ പതുക്കെ പറയാമെന്ന്. എനിക്കാകെ ടെൻഷനായിരുന്നു. എന്ത് വിഷയമാണ് ഇവർ പറയാൻ പോകുന്നത്?
മോനെ, നിന്റെ ഒരു കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചു എന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്താ കാര്യമെന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. അമ്മ എൻ്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, എന്തായാലും നീ ചെയ്തത് വലിയൊരു സഹായമാണ്. ഞാനതിനെ ഒരിക്കലും കുറ്റം പറയില്ല. സഹായം ചെയ്യാനുള്ള നിന്റെ മനസ്സ് അത് വളരെ വലുതാണ് എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അല്ലേലും ആ ചെക്കനെ കൊണ്ട് ഒന്നും പറ്റില്ല. അഴകുള്ളവനെ കണ്ട് കൂടെ പോകരുതെന്ന് ഞാൻ പണ്ടേ അവളോട് പറഞ്ഞതാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്നാലും അമ്മ എങ്ങനെ അറിഞ്ഞു എന്ന്. അത് പിന്നെ ഞാൻ പെറ്റ മോളല്ലേ. ഈ അടുത്ത കാലത്ത് അവളുടെ ഇളക്കവും പെരുമാറ്റവും കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു. അത് കഴിഞ്ഞ ശേഷം അവൾ പറയുന്നു വിശേഷമുണ്ടെന്ന്. ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ഒരിക്കലും അതിന് കാരണക്കാരൻ അവളുടെ ഭർത്താവല്ലെന്ന്. ഞാൻ കൈയോടെ പിടിച്ച് അവളെ ക്വസ്റ്റ്യൻ ചെയ്തു. വിശേഷം അറിയിച്ചു കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് അപ്പോൾ അവൾ തത്ത പറഞ്ഞ പോലെ പറഞ്ഞു, എല്ലാം നിന്നോടവൾ വന്ന് അപേക്ഷിച്ചത് കൊണ്ടാണ് നടന്നതെന്ന്. എന്തായാലും മോനെ, അതിൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. എന്തായാലും അനിയത്തി എൻ്റെ ഭാര്യ അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മേ അത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, നല്ലതാണ് അവസരം കിട്ടുമ്പോൾ സഹായം ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, വർഷങ്ങളായി ഞാൻ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. എല്ലാവർക്കും സഹായം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന നീ എനിക്ക് സഹായം ചെയ്യാൻ മടി കാണിക്കരുത്. മടി കാണിച്ചാലും ഞാനിതിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. അധികാരപൂർവ്വം ഞാൻ ഏരിയ കൈയേറിയിരിക്കും. അതാണ് എൻ്റെ തീരുമാനം. ഞാനിനി ഒന്നും നോക്കില്ല എന്ന് പറഞ്ഞ് അമ്മ അടുത്തേക്ക് വന്നു. വേണ്ടമ്മേ, ഇത് ശരിയാകില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ്, നിനക്ക് അപ്പോൾ എന്നോട് വെറുപ്പ്, ബാക്കിയെല്ലാം നിനക്ക് ഓക്കെയാണ്. എൻ്റെ 2 പെൺമക്കളും ഓക്കെ. ഞാനാണെങ്കിൽ 3-ാം കെട്ടിലെ പോലെയല്ലേ നീ പെരുമാറുന്നത് എന്ന് പറഞ്ഞ് അമ്മായിമ്മ ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞമ്മേ, അതൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്ന്. ഈ പ്രായത്തിൽ എനിക്കെന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാകാനാണ്? ഒരു കുഴപ്പമില്ല. ഞാനാണ് ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാകാത്തവൾ. അതുകൊണ്ട് മോനെ, എനിക്കുള്ള സഹായം തരാതെ നിന്നെ ഞാൻ ഇന്ന് വിടില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സഹായങ്ങൾ കിട്ടുകയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. ആ സങ്കടത്തിലേക്ക് അവർ മധുമഴയായി വന്നു ചേർന്നു. പുതുമഴയായി പെയ്തൊഴുകിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓരോ ആളുകളും വ്യത്യസ്തമാണ്. ജീവിതത്തിൽ ഓരോ ആൾക്കാരെ കണ്ടുമുട്ടുന്നത് നമ്മുടെ ഭാഗ്യമാണ്. ജീവിതത്തിൽ ഒത്തിരി ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിവിധങ്ങളായ അനുഭവങ്ങൾ അനുഭവിക്കാൻ ഒത്തിരി ഭാഗ്യവും ഉണ്ടാകും. ഇനിയിപ്പോൾ എൻ്റെ ഭാര്യയാണെങ്കിലും പുതിയ അനുഭവങ്ങൾ തേടിയാൽ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം പുതിയ അനുഭവങ്ങൾക്ക് അത്രയും മികവുണ്ട്. ഇപ്പോൾ എൻ്റെ വൈഫ് അറിയാതെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഒരു സുപ്രഭാതത്തിൽ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല മാഡം. അതിനെക്കുറിച്ച് ഓർത്ത് ഇത്തിരി ദുഃഖമുണ്ട്. ഒരു പക്ഷേ ഭാവിയിൽ അവൾ ഇതറിഞ്ഞാൽ പ്രശ്നമുണ്ടാകില്ലെന്നുള്ള തോന്നലും എനിക്കുണ്ട്. എന്താണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഓപ്പണപ്പായ സ്ഥിതിക്ക് ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ എങ്ങനെ പ്രതികരിക്കും നമുക്കറിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അനിയത്തിയോടുള്ള ആറ്റിറ്റ്യൂഡാണോ അമ്മയോടൊന്നും നമുക്കറിയില്ലല്ലോ. ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലുള്ള ചിന്താഗതികളായിരിക്കും. അതുകൊണ്ട് എല്ലാ സമയത്തും എല്ലാവരും വിശാലമായി ചിന്തിക്കണമെന്നൊന്നുമില്ല. പിന്നെ തുറന്നു പോകുന്ന റിലേഷൻഷിപ്പുകളാണെങ്കിൽ ഒരിക്കലും ഒന്നും മറക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഭാര്യ അറിയാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഒഴിവാക്കുക. അതായിരിക്കും ദാമ്പത്യത്തിന് നല്ലത്. അല്ലാതെ ഭാര്യ എങ്ങനെയാ പെരുമാറുന്നത് എന്നുള്ളത് ഒരനുഭവം വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിസ്കുകൾ മാക്സിമം ഒഴിവായി പോകുന്നതായിരിക്കും ദാമ്പത്യത്തിന് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഓപ്പൺ മെൻറ്റാലിറ്റി ആദ്യം മുതലേ ഒരേപോലെ ആയിരിക്കണം. ഒരു രഹസ്യങ്ങളും പാടില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വരണം.